നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF ചരിത്ര വിജയം നേടുമെന്ന് രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് UDF തരംഗം അലയടിക്കുന്നു. രാഷ്ട്രീയം മാറ്റത്തിന് ജനങ്ങൾ തയ്യാറെടുത്തിരിക്കുന്നു. LDF പ്രവർത്തകരും UDFന് വോട്ട് ചെയ്തിട്ടുണ്ട്. സർക്കാർ തുടരണമെന്ന് LDF പ്രവർത്തകർക്കും താൽപ്പര്യമില്ല. ഇടതുപക്ഷത്തിന് ഇതുപോലെ അപജയമുണ്ടായ കാലഘട്ടം ഉണ്ടായിട്ടില്ലെന്നും ചെന്നിത്തല റിപ്പോർട്ടറിനോട് പറഞ്ഞു. എങ്ങനെയാണ് UDFന്റെ അവസാന ഘട്ടം? UDF തരംഗം കേരളത്തിൽ ആഞ്ഞടിക്കുകയാണ്. ഒരു ചരിത്ര വിജയം തന്നെ UDF നേടിയെടുക്കും. ജനങ്ങൾ ഒരു രാഷ്ട്രീയ മാറ്റത്തിന് തയ്യാറെടുത്ത് നിൽക്കുകയാണ്. എന്തിനേറെ ഇടതുപക്ഷത്തിലുള്ള ആളുകൾ പോലും ഇത്തവണ UDFന് വോട്ട് ചെയ്യുന്ന അവസ്ഥയാണ്. കാരണം അവർക്ക് പോലും ഈ ഗവൺമെൻറ് തുടരണമെന്നില്ല. അത് വളരെ വ്യക്തമായിരുന്നു. എത്ര പേരാണ് റിബലായി നോമിനേഷൻ കൊടുത്തത്? ഞങ്ങൾ പിന്നെ പലരെയും പ്രോത്സാഹിപ്പിക്കാത്തതുകൊണ്ട് ഇനിയും കൂടുതൽ ആളുകൾ വന്നേനെ. നേരത്തെ തന്നെ LDF എന്ന് പ്രത്യേകിച്ച് CPM എന്ന് നിരവധി നേതാക്കൾ, അതും പ്രധാനപ്പെട്ട നേതാക്കളാണ് UDFിലേക്ക് വന്നത്. തെരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിഞ്ഞാൽ കൂടുതൽ പേർ UDFിലേക്ക് വരാൻ സാധ്യതയുണ്ടോ? UDFിലേക്ക് വരുന്നു എന്നുള്ളതിനേക്കാൾ ഉപരിയായി ഇടതുപക്ഷത്തിന് പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയിൽ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാകും എന്ന കാര്യത്തിൽ എനിക്ക് സംശയം. ഇപ്പോൾ PC ജോർജ് സഭയ്ക്കെതിരെ, ബിഷപ്പുമാർക്കെതിരെ, ദീപിക പത്രത്തിനെതിരെയൊക്കെ രൂക്ഷമായ വിമർശനവും അവഹേളനവുമായി രംഗത്ത് വരുന്നുണ്ട്. അതൊരു BJPയുടെ നിലപാടിൻ്റെ തുടർച്ചയായിട്ടാണോ കാണുന്നത്? തീർച്ചയായിട്ടും. അല്ലെങ്കിൽ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് തള്ളി പറയണ്ടേ? ഇത് തള്ളി പറഞ്ഞില്ലല്ലോ. അപ്പോൾ സഭാ നേതാക്കൾ എന്ന് പറഞ്ഞാൽ അവർക്ക് വോട്ടുള്ളവരാ, അവർക്ക് ജനാധിപത്യ അവകാശമുള്ളവരാ, തങ്ങളുടെ വിശ്വാസികളെ നേർവഴിക്ക് നടത്താനുള്ള ഉത്തരവാദിത്തമുള്ളവരൂടെയാണ്. അപ്പോൾ അവരെന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ എന്താ തെറ്റ്? അവർക്ക് വാമൂടിക്കെട്ടി ജീവിക്കണോ? അവർക്ക് അഭിപ്രായമുള്ളവരാണ്. സഭാ നേതൃത്വത്തിൽ നിൽക്കുന്ന ആളുകൾ മനുഷ്യരാണ്, ഇന്ത്യൻ സിറ്റിസണാണ്. അവർക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് ഇവിടെ സഭകളെ, പ്രത്യേകിച്ച് ക്രൈസ്തവ സഭകൾക്ക് നേരെ വടക്കേ ഇന്ത്യയിൽ നടക്കുന്ന അതേ രാഷ്ട്രീയം കേരളത്തിലും നടത്താനുള്ള ശ്രമമാണ് നടക്കുന്നത്. അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. FCRA നിയമം പോലും ഇനി ഞങ്ങൾ നടപ്പാക്കുമെന്നുള്ള ഭീഷണിയാണ്. അത് ഭീഷണിപ്പെടുത്തി വരുതിക്ക് വരുത്താനുള്ള നീക്കം കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി ഇന്ന് ചെറുക്കും. ഈ അട്ടിമറി UDF ആദ്യമേ കണക്കൂട്ടുകയാണല്ലോ. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എന്തുകൊണ്ടാണ് ജനങ്ങൾ UDFനൊപ്പം നിൽക്കുന്നത്? അല്ലെങ്കിൽ അങ്ങനെ അനുകൂല തരംഗം ഉണ്ടായത് എങ്ങനെയാണ്? ഈ ഗവൺമെൻറ് ആളുകൾ മടുത്തിരിക്കുകയാണ്. പീപ്പിൾ ആർ ടയർഡ് വിത്ത് ദിസ് പിണറായി വിജയൻ ഗവൺമെൻറ്. അതുകൊണ്ട് ജനങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുന്നു. പിന്നെ ഞങ്ങൾ മുന്നോട്ട് വെച്ച ഇന്ദിരാ ഗ്യാരണ്ടി എല്ലാ ജനങ്ങളും അക്സെപ്റ്റ് ചെയ്തു. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വലിയ ആകർഷകമായ ഒരു ഇന്ദിരാ ഗ്യാരണ്ടിയാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചത്. പൊതു അന്തരീക്ഷം UDFന് അനുകൂലമാണ്. അതെല്ലാം ചേർന്നിട്ടാണ് ഈ മുന്നേറ്റം ഉണ്ടായത്. 23 ദിവസം ഇനിയുണ്ട്. മുഖ്യമന്ത്രി ചർച്ചകളൊക്കെ ഇപ്പം ഓക്കെ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വലിയ ആത്മവിശ്വാസത്തിലാണ് UDF നേതാക്കൾ. വലിയ തരംഗമുണ്ടായി എന്നുള്ളതാണ് ഇപ്പോഴും UDF നേതാക്കൾ വിശ്വസിക്കുന്നത്. രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ.